ഇന്നത്തെ നാസ്തയും ഉച്ചവരെ ഇവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ന് ജനുവരി 26 ഞായറാഴ്ച, റിപ്പബ്ലിക് ഡേ കൂടിയാണ്. എല്ലാവർക്കും അവധിയുള്ള ദിവസം. ഇന്നത്തെ പ്രഭാതം ഒരു ക്യാമ്പിങ്ങിലൂടെ ആക്കാമെന്ന് കരുതി ഞങ്ങൾ കടപ്പുറത്തേക്ക് പോവുകയാണ്. പൊറോട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങിയാൽ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി കൂടെയുണ്ട്, ചായയും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടിയാകുമ്പോൾ നാസ്തയും അവിടെ നിന്നാക്കാം. ഉച്ചവരെ അവിടെ സ്പെൻഡ് ചെയ്യാം. യുഎഇയിൽ നല്ല തണുപ്പാണ്. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രവാസി ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വീക്കെൻഡ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ആ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും ഒന്ന് പുറത്തിറങ്ങാനൊക്കെ പാരൻസിൻ്റെ തന്നെ ആവശ്യമാണ്. നാട്ടിലെ പോലെ അവർക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പോ കൂടുതൽ ആളുകളെ കൂട്ടുകാരെ കാണാനോ ഉള്ള അവസരങ്ങൾ ഇല്ല. കടപ്പുറത്ത് ടെൻറ്റ് കെട്ടുകയാണ് നമ്മൾ. ടെൻറ്റ് കെട്ടേണ്ടതില്ല, ഓട്ടോമാറ്റിക് ടെൻറ്റാണ്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന എൻജോയ്മെൻ്റാണ് തണുപ്പ് കാലത്ത് ടെൻറ്റ് കെട്ടുക, അതുപോലെ മരുഭൂമിയിലൊക്കെ പോയി ചിക്കൻ ചുടുക എന്നുള്ളതൊക്കെ. അതൊക്കെ സ്വാഭാവികമായും പ്രവാസികളും അതിനോട് അനുകരിക്കുക സ്വാഭാവികം മാത്രം. അസ്സലാമു അലൈക്കും. ശാന്തമായ കടൽ തീരം, അവിടെ നമ്മളൊരു കൊച്ചു ടെൻറ്റ് കെട്ടിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ നമ്മളിവിടെ ചിലവഴിക്കാനാണ് തീരുമാനിച്ചത്. നാസ്തയൊക്കെ ഇവിടുന്ന് തന്നെയാണ്. അതുപോലെ അതിൻ്റെ കൂടെ കുട്ടികൾ ഇവിടുന്ന് കളിക്കും. ഇനി രാവിലെ തണുപ്പാണ്, നല്ല ഉറങ്ങേണ്ടവർക്ക് അതിൻ്റെ ഉള്ളിൽ ഉറങ്ങാം. ബെഡും കോസടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തലയാണ കൊണ്ടുവന്നിട്ടുണ്ട്. 8 ആളുകൾക്ക് വിശാലമായിട്ട് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന ഒരു ടെൻറ്റാണിത്. ഏതായാലും ടെൻറ്റ് ഒന്ന് ആസ്വദിക്കുക എന്നുള്ളത് കൂടെ നടക്കട്ടെ അരിച്ച് പോകുന്നതാണിന്ന്. ഇതാണ് നമ്മളെ കാറ് നിർത്തിയതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ടെൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ന്യൂ ബീച്ചിലെ മെയിൻ പാർക്കിംഗ് ഏരിയ അല്ല. മെയിൻ പാർക്കിംഗ് ഏരിയ കുറച്ചപ്പുറത്ത് വേറെ ഉണ്ട്. ഇവിടെ ബീച്ചിൽ നല്ല നടപ്പാതയുണ്ട്. 2 കിലോമീറ്ററോളം നീളത്തിൽ ആളുകൾ നടക്കാൻ വരുന്നു. അതുപോലെ മറ്റു ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ള ഏരിയയാണ്. ഇന്ന് കടൽ വളരെ ശാന്തമായിട്ടാണുള്ളത്. മാഷാ അല്ലാ, വളരെ ഉഷാറുള്ള ടെൻറ്റാണ്. നമ്മളിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഡോറടിച്ച്. ഡോറ് പറഞ്ഞാൽ ഒരു സിബ്ബാണ്. സിബ്ബ് പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറത്തുള്ളവർക്കൊന്നും ഇങ്ങോട്ട് കാണുമൊന്നുമില്ല. പിന്നെ അതിൻ്റെ പുറമെ വേറൊരു സിബ്ബ് കൂടെ ഉണ്ട്. ഒരു വലയും കൂടെ ഉണ്ട്. 2 ഡോറുണ്ട്. അഥവാ ഈ ഓപ്പൺ ഭാഗത്തൂടെ ഈ ജന്തുക്കൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി മുകളിൽ ഒരു കുളത്തുണ്ട്. പിന്നെ അവിടെ ഒരു ജനലുണ്ട്. അവിടെ ഒരു സിബ് ഓപ്പൺ ആക്കി നമുക്ക് പുറം കാണാം. ഏതായാലും സൂപ്പറാണ്. ഒരു ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കാണ് മക്കള്. പിന്നെ വേറൊരു മോളോടി ഉണ്ട് ഇവിടെ കടന്നിറങ്ങണേ, ചെറിയ മോളാണ്. ഏതായാലും ഇന്നത്തെ പ്രഭാതം
ഇന്നത്തെ പ്രഭാതം നമ്മൾ ടെൻറ്റിൽ കടപ്പുറത്ത് ചിലവഴിക്കാൻ തീരുമാനിച്ചു. തൊപ്പിയൊക്കെ ഒന്ന് ഊരിയൊക്കട്ടെ. കോട്ട് നല്ല തണുപ്പാണ് UAE, അറിയാലോ. നമ്മൾ രാവിലെ ഒന്നും നടക്കാനും ഇവിടെ വരേണ്ട. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഹംദ മോൾക്ക് സ്കൂളില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വളരെ കുറവാണ്. ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നാസ്ത കഴിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് തീരെ ഏൽക്കുന്നില്ല കേട്ടോ. തണുപ്പ് തീരെ ഏൽക്കുന്നില്ല. എത്രത്തോളം വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിത് പൂട്ടി വെച്ച സമയത്ത് ഭയങ്കര ചൂടായിപ്പോയി. അതേസമയം ചെറിയൊരു ഹോള് ഓട്ട കാറ്റ് വരാൻ വേണ്ടി തുറന്നടിച്ചാൽ നല്ല AC പോലെ നല്ല കൂളായിട്ട് നല്ല ഒരു അന്തരീക്ഷം കിട്ടും. ചൂട് അഥവാ പുറത്തുനിന്നുള്ള ചൂടിനെ തടയുന്നുണ്ട്. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ കാറ്റൊന്നും വരാത്തത് കൊണ്ട് ഉള്ള ചൂടാണ് ഞാൻ പറഞ്ഞത്. അടച്ചിട്ട സമയത്തുണ്ട് പറഞ്ഞേ. നല്ല തണുപ്പ് തീരെ കയറില്ല. തണുപ്പ് കാലത്താണല്ലോ നമ്മൾ ടെൻറ്റ് കിട്ടുക. തണുപ്പ് തീരെ കയറാത്ത ഒരു ഇതാണ്. ഇതിന്മേൽ കണ്ട ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഒരു സിബ്, ഡബിൾ സിബ് ഒന്ന് കാട്ടിത്തരാം. പുറത്തുനിന്നും ഇത് തുറക്കാം, ഉള്ളിൽ തുറക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത്. ബാഗുമ്മലൊക്കെ ഡബിൾ സിബ് ഉണ്ടാവും, അത് പുറത്തും ഉള്ളിലല്ല. പക്ഷെ ഇത് പുറത്തുനിന്നും തുറക്കാം, ഉള്ളിൽ നിന്നും തുറക്കാൻ പറ്റുന്ന ഒരു ഡബിൾ സിബ് ഏർപ്പെട്ട് നിൽക്കാണ്. പുറത്തുനിന്നുള്ള വെയിലിന്റെ ചൂട് തീരെ അനുഭവപ്പെടില്ല കേട്ടോ. അത് ഇല്ല, കാറ്റും കൂടെ മിക്സായി വരുമ്പോ ചൂടില്ല. അതേസമയം ഇത് അടച്ചിട്ടാല് ചൂടെടുക്കും. പത്ത് മണിക്ക് ഹംദ മോൾക്ക് മദ്രസയുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിൽ അറ്റൻഡ് ചെയ്യുകയാണ്. ബാക്കിയുള്ളവർ പുറത്ത് കളിക്കുകയാണ്. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഞങ്ങൾ വരുമ്പോൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ഇംഗ്ലീഷുകാർ ഇവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത്. അവരുടെ ഇത് മാനുവൽ ടെൻ്റാണ്, വലിച്ച് കെട്ടുന്ന ടെൻ്റാണ്. ഏതായാലും ഈ ക്യാമ്പിംഗ് എന്നുള്ളത് വല്ലാത്തൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഓട്ടോമാറ്റിക് ടെൻ്റൊക്കെ വന്ന സ്ഥിതിക്ക് പുറത്തുനിന്നൊരു ചായ കുടിക്കുന്നത് പോലും നമുക്കൊരു പാർക്കിലോ മറ്റോ ഒരു ടെൻറ്റിൽ ആക്കിയാൽ വളരെ അനുഭൂതിയാണ്. ഇംഗ്ലീഷുകാർ കയാക്കിംഗ് ബോട്ടുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാറ്റ് നിറച്ച് കൊണ്ടുപോകുന്ന ടൈപ്പ് ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് മെഷീൻ വെച്ചുകൊണ്ട്. ശാന്തമായ കടലായതുകൊണ്ട് നല്ല സുഖത്തിൽ തുഴഞ്ഞിങ്ങനെ എൻജോയ് ചെയ്യാം. 8 പേർക്കുള്ള ഈ ടെൻറ്റ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും ഉള്ളിൽ കയറിയാൽ ശരിക്കും 8 പേർക്ക് ഇരിക്കാൻ ഒക്കെ സൗകര്യമുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ 10 പേരാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല വിശാലത ഉണ്ട് ഉള്ളിൽ
ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഹംദമോളെ സ്കൂൾ ബാഗിൻ്റെ അത്ര കനം പോലും ഇതിനില്ല. വയ്യ, ഒന്നായിട്ട് അടിച്ചിട്ട് ഭയങ്കര ചൂട്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വേറൊരു എൻജോയ്മെൻറ്റ് വീഡിയോ ആയിട്ട്, വേറൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.